ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രെയിനുകൾ ഇപ്പോൾ ആസാമിൽ പോകണം, അല്ലെ ബീഹാറിലേക്ക് പോകണം, യു പിയിലേക്ക് പോകണം, വെസ്റ്റ് ബംഗാളിലേക്ക് പോകണം, ഒഡീഷയിലേക്ക് പോകണം. ഇതിനൊക്കെയുള്ള ട്രെയിനുകൾ എന്ന് പറയുന്ന ആഡിക്വേറ്റ് നമ്പർ ഓഫ് ട്രെയിൻസ് ഇത് ഇവരെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ട്രെയിനുകളില്ല, അത്രത്തോളം ഇല്ല. അപ്പോൾ ഇവിടെ ആളുകൾ നേരത്തെ ബുക്ക് ചെയ്യും. ഇവിടെ ആരും ടിക്കറ്റ് എടുക്കാതെ, മലയാളികൾ ആരും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്കറിഞ്ഞില്ല. ചിലപ്പോൾ കണ്ടേക്കാമായിരിക്കും, എന്നാലും കുറവാണ്. ഈ വെളിയിലോട്ട് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇഷ്ടംമാതിരി ട്രെയിൻ കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ആരെങ്കിലും ടിക്കറ്റ് എടുക്കുമോ? ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ ജാക്ക് എന്ന് പറയും ടിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ പോടാന്ന് പറഞ്ഞോളായി. വേണമെങ്കിൽ അവരെ മുറുക്കി തുപ്പും, വായിലിട്ട് പാൻപരാഗം അതും ഇതൊക്കെ ചവച്ച് വന്ന ടി എടുത്ത് മുഖത്തോട്ട് തുപ്പും, അല്ലെങ്കിൽ അയാളെ ഇടിക്കും, അല്ലെങ്കിൽ കൊല്ലും. ഇത് ഭയന്ന് അവരാരും ഇവരുടെ അടുത്ത് ടിക്കറ്റ് ചോദിക്കത്തില്ല. അപ്പോൾ അവിടെ വരുമാനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന ട്രെയിനുകളുള്ളതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളം ടച്ച് ചെയ്യുന്ന ട്രെയിനാണ്. കാരണം ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റ് എടുക്കും. നേരെ മറിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് ഒന്നും എടുക്കത്തില്ല. ഈ റെയിൽവേ എന്ന് പറയുന്നത് അവരുടെ സ്വന്തമാണ്, അവരുടെ സ്ഥാപനമായിട്ട് കണക്കാക്കി എടുത്തേക്കാണ്, അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്, ദൈവം കരിഞ്ഞു കൊടുത്തേക്കുന്നതാണെന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ അവർ ആ രീതിയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ കുറച്ചൊക്കെ ടിക്കറ്റ് എടുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ ദീർഘദൂര ട്രെയിനുകളുണ്ടല്ലോ, ഇവിടുന്ന് ഈ പറയുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കോ ബീഹാർ, യു പി, അതേപോലെ തന്നെ ഒഡീഷയിലോ പശ്ചിമ ബംഗാളിലോ ഒക്കെ ഇങ്ങനെ ആസാമിലേക്കൊക്കെ പോകുന്ന ഈ ട്രെയിനൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് സൂചി കുത്താൻ ഇടം കാണത്തില്ല. അപ്പോൾ ഇവരെന്താ എന്നറിയാവോ? ഇതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കുറച്ചു. മുമ്പ് 6 or 7 അല്ലെ 10 ജനറൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് മിക്കവാറും ട്രെയിനുകളിൽ 2 ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. ഈ 2 ജനറൽ കമ്പാർട്ട്മെൻറ്റ് കയറി പറ്റണമെങ്കിൽ കയറാൻ ഒക്കത്തില്ല. അതിനകത്ത് ആ രീതിയിലാണ്. ഒന്ന് കയറണ്ടേ, മനുഷ്യന് കയറാൻ ഒക്കുമോ? ഒക്കത്തില്ല, ഒരു നിവൃത്തിയില്ല. അപ്പോൾ അത് കയറാൻ വയ്യാതെ വരുമ്പോൾ ഇവന്മാർ ടിക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇവർ നേരെ ഇടിച്ചു കയറുന്നത് റിസർവ്ഡ് കോച്ചുകൾ, അതായത് സ്ലീപ്പർ കോച്ചുകളിലേക്ക് കയറും. അതിനകത്തും കയറാൻ വയ്യെങ്കിൽ ചെയ്യുന്ന AC കോച്ചുകളിലേക്ക് കയറും. ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഈ ചോദിക്കുന്നവനെ ഇവന്മാരടിക്കും. കാരണം ഇവർ ഇതേപോലുള്ള ചില സാധനങ്ങൾ കഞ്ചാവ് വലിക്കുകയും അതേപോലുള്ള സബ്സ്റ്റൻസ് കഴിക്കുകയും MDMA കഴിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരെടുത്തൊന്നും ഇടപെടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവർ പോയിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകളെയൊക്കെ ഒരുപാട് എണ്ണത്തിനെ പലപ്പോഴും ഉപദ്രവിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പെൺകുട്ടി അത് ഒരു സീറ്റിൽ സ്ലീപ്പർ കോച്ചിൽ കിടക്കാന്നിരിക്കട്ടെ, അതിൻ്റെ കാൽക്കൽ വന്ന് രണ്ടവന്മാരങ്ങ് ഇരിക്കുക. കുറെ കഴിയുമ്പോൾ അതിനെ ഉപദ്രവിക്കാൻ ഉപദ്രവിക്കും രാത്രി. അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്തെന്നറിയോ, 2 കൈയും പിടിക്കും. എവിടാ? ഇതിൻ്റെ അതായത് ബർത്തിൽ, മുകളിലത്തെ ബർത്തിലോട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, അതിൽ കിടക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ അവർ ഉപദ്രവിക്കും. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ഇടപാടാണ്. കാരണം ഇവനൊന്നും ബോധമില്ല. ഒന്നാമത് മദ്യപിച്ചതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രഗ്, ഇത് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഇവന്മാരെല്ലാം മിക്കതും ഈ പോകുന്നത്. അപ്പോൾ ഈ കൂടെ ഇവർക്ക് യാത്രയുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്നുകിൽ നിയന്ത്രിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് കൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പണം വേണം. ആ പണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ജോലി ചെയ്യുന്ന പണം കൊണ്ട് മാത്രം ആ കാര്യം നടക്കത്തില്ല. അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിലേ അതിന് പണം കിട്ടുള്ളൂ. അപ്പോൾ അത് ഇവിടുന്ന് പോകണമെങ്കിൽ ഒരുത്തൻ ട്രെയിനിൽ കയറണമെങ്കിൽ അതിനെ അരിച്ചു കയറ്റണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് എവിടെ പോകുന്നു ആ ടിക്കറ്റ് എവിടെ കൊടുക്കണം. അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന, അതായത് കേരളീയരല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒന്ന് പരിശോധിക്കണം. അവർ യാത്ര അടയാൻ ഒക്കത്തില്ല. റൈറ്റ് ടു മൂവ് എന്ന് പറയുന്നത് ഭരണഘടനയിലെ ഫണ്ടമെന്റൽ ഫ്രീഡത്തിൽ പെടുന്ന ആർട്ടിക്കിൾ 19 വരുന്ന ഒന്നാണ്. കാരണം പോകാൻ ഒക്കത്തില്ലെന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷേ എവിടെ പോകുന്നു എന്നുള്ളത് അവിടെ ഒന്ന് നോക്കണം. അവിടെ അതായത് ഇതുപോലെ നമ്മുടെ അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികളാണെന്നുണ്ടെങ്കിൽ അവർ ഒരു കാര്യം ചെയ്യണം. അവർ റെയിൽവേ സ്റ്റേഷൻ നേരത്തെ ചെല്ലണം. ചെന്നിട്ട് അവിടുത്തെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണം. ഞങ്ങൾ ഇന്നിടത്തോട്ട് പോകുന്നു, അവരുടെ വിവരങ്ങൾ വാങ്ങിയെടുക്കണം. അവരെ കാർഡും ഒക്കെ പരിശോധിക്കണം, ടിക്കറ്റും ഒക്കെ പരിശോധിക്കണം. ടിക്കറ്റ് പരിശോധിച്ചിട്ട് അവർ ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറൂ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അവർക്ക് സ്ലീപ്പർ ടിക്കറ്റ് ഉണ്ട്, റിസർവ്ഡ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ അവർക്ക് കയറാനായിട്ടുള്ള അനുവാദം കൊടുക്കണം. അതില്ലെങ്കിൽ ഇതിനകത്ത് സീറ്റ് ഉണ്ടെങ്കിലേ കയറാൻ ഒക്കുള്ളൂ, ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുപോയി നിർത്താനൊരു സംവിധാനം വേണം. ജനറൽ കോച്ചുകൾ ഇന്നതാണ്, അവിടെ നോക്കണം. അല്ലാതെ വേറെ ഒരു കോച്ചിനെ അവർ കയറാൻ സമ്മതിക്കരുത്. ആ രീതിയിലുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഇവിടുത്തെ റെയിൽവേ യാത്രക്കാരുടെ സ്ഥിതി എന്ന് പറയുന്നത് ദാരുണമാവും ആയിട്ട് മാറും, ദയനീയമാവും. അത് ചെയ്യുന്നത് എന്താ? യുവമാർ കയറി എല്ലാം കൂടെ ഒരു 10-100 എണ്ണം ഒരു കമ്പാർട്ട്മെൻറ്റിലും കയറും.
കയറി കഴിഞ്ഞാൽ അത് ആര് റിസർവ് ചെയ്തു ആര് റിസർവ് ചെയ്തില്ല ഇതൊന്നും അറിയാവുന്നില്ല, കാണുന്നിടത്തെല്ലാം കയറി അങ്ങ് ഇരിക്കുക. അപ്പോൾ ഈ റിസർവ് ചെയ്തവനെ അവിടെ കയറുമ്പോഴോ അവിടെ അവൻ്റെ സീറ്റ് ഒരു 4 കാണും, ഇരിക്കും. ഇവന്മാരുടെ അടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇവന്മാർ അനങ്ങത്തില്ല, അവന്മാരുടെ അത് പറയും, ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആ രീതിയിൽ ദുരിതമയമാണ് ഇന്നത്തെ ട്രെയിൻ യാത്രക്കാരുടെ, പ്രത്യേകിച്ച് ദീർഘദൂര ട്രെയിനുകളിലെ യാത്രക്കാരുടെ സ്ഥിതി. അതാണ്. അതിന് ഒരു സംവിധാനം ഉണ്ടായേ പറ്റൂ. ഞാൻ ഈ പറഞ്ഞതുപോലുള്ള സംവിധാനങ്ങൾ റെയിൽവേയോ അതുപോലെ തന്നെ ഗവൺമെൻറ്റോ ഏർപ്പെടുത്തണം. ഈ രീതിയിൽ വേണം ഇവരെ നിയന്ത്രിക്കണം. ഇവർക്ക് തോന്നിയ ഇവരെ അതിഥികളാണെന്നും പറഞ്ഞ് അതിഥികൾക്കൊരു വീട്ടിൽ വരുന്നതിൻ്റെ ഒരു മര്യാദയുണ്ട് ഒരു അതിഥിക്ക്. ആ മര്യാദ വിട്ട് അതിഥി പെരുമാറിയ അയാൾ അതിഥിയൊന്നും അല്ല, അയാൾ ഇടിച്ചു കയറി വരുന്ന ഒരു ക്രിമിനലായിട്ട് മാറും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുകൊണ്ട് എല്ലാവരെയും അങ്ങ് അതിഥി എന്നും പറഞ്ഞ് നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിഥികളായിട്ട് മര്യാദയ്ക്ക് പെരുമാറണം, ഇല്ലെങ്കിൽ അവർ അതിഥിയല്ല എന്നൊരു കാഴ്ചപ്പാട് വേണം. ഇപ്പം തന്നെ എത്രയോ സംഭവങ്ങളാണ് നമ്മൾ കണ്ടേ. ഇപ്പോൾ 2020 സ്ഥാപനത്തിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കുറേ അതിഥി തൊഴിലാളികൾ കേട്ടോ, യുവമാരെല്ലാം കൂടെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ഏതോ ഒരു ദിവസം ക്രിസ്മസിനോ അതുപോലെ എങ്ങാണ്ടാണെന്ന് എൻ്റെ ഓർമ്മ, എന്നാന്ന് ഞാൻ മറന്നുപോയി. അതുപോലുള്ള യുവമാരങ്ങ് ആഘോഷിച്ചിട്ട് എന്താ അവിടെ നാട്ടുകാരെയൊക്കെ എടുത്തിട്ടങ്ങ് അടിച്ചു, ഒരുപാട് കാര്യങ്ങൾ തല്ലിപ്പൊളിച്ചു, ഓരോ വണ്ടികൾ തല്ലിപ്പൊളിച്ചു. ഇതെല്ലാം അതിഥി തൊഴിലാളികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, യുവമാർ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പെരുമ്പാവൂർ സൈഡിലോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് റോഡിൽ വരുന്ന ഒരാളെടുത്ത് വഴിയോ ഒരാൾ ഒരു വീട് ചോദിക്കണം, അല്ലെങ്കിൽ ഒരു കട ചോദിക്കണം എന്നിരിക്കട്ടെ, നമ്മളൊന്ന് വണ്ടി നിർത്തും, അവർ അന്നേരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് അതിഥി തൊഴിലാളിയാണെന്ന്. അല്ലാത്ത ആളുകൾ അവിടെ കാണാനില്ല. ഇപ്പൊ ഏതാണ്ട് നമ്മുടെ ദുബായിയുടെ സ്ഥിതിയായി. ഇപ്പൊ ദുബായിലൊരു മാളിലോട്ട് നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് മലയാളം പറഞ്ഞാൽ മതി, ഹിന്ദിയോ അറബിയോ ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല, ഇംഗ്ലീഷൊന്നും പറയേണ്ട കാര്യമില്ല. മലയാളം സംസാരിച്ചാൽ, കാരണം അവിടെ എല്ലാം മലയാളികളാണ് മുഴുവൻ. അവിടെ അറബ്സിനെ കുറച്ചേ കാണാൻ കിട്ടുള്ളൂ, അവിടെ ഇവിടെയൊക്കെ അല്ലേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ. അത് ഈ ഒരു സിനിമയിലെ ഈ ശ്രീനിവാസനും മോഹൻലാലൂടെ പറഞ്ഞ പോലെ അറബികളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എണ്ണ ഒഴിച്ച് കിടക്കുന്നിടത്താടാ, ഇവിടെങ്ങും അറബികളില്ല, ഇതെല്ലാം ബാക്കി ആളുകളാണ് എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ. നമുക്കവിടെ അറബികളെ കാണാൻ കിട്ടത്തില്ല, അവിടെ എല്ലാം മലയാളികളാണ് ഉള്ളത് കൂടുതൽ. ഇപ്പോൾ ദുബായ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാളിലോട്ട് നമ്മൾ കയറുന്നിരിക്കട്ടെ, നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബന്ധപ്പാടുമില്ല, അവരുടെ അടുത്ത് മലയാളത്തിലങ്ങ് ചോദിച്ചാൽ മതി, കാരണം എല്ലാം മലയാളികളാണുള്ളത്. മലയാളികളല്ലാത്തവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെയുള്ള പോലാണ് ഇവിടെ. അതേപോലാണ് ഇവിടെ ഇപ്പോൾ ഉള്ള ഹിന്ദിക്കാർ. ഒരു മാർഗവുമില്ല, ഇവിടുത്തെ കേരളീയനെ ഒരാളെ, ഒരു മലയാളിയെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. അതിന് നേരെ മറിച്ച് ഹിന്ദിക്കാരെ എത്ര പേരണമെങ്കിലും കാണാൻ കിട്ടും. പക്ഷേ അവരുടെ എണ്ണം കൂടുമ്പോൾ, അവരെ അനാശാസ്യ പ്രവർത്തനങ്ങൾ അവരുടെ ഇടയിൽ കൂടുമ്പോൾ ഇവിടെ നമുക്ക് ലോ ആൻഡ് ഓർഡർ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ധാരാളം ഉണ്ടാവും. കൊലപാതകങ്ങൾ തന്നെ എത്ര എണ്ണമാണ് ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ നടന്നേക്കുന്നത്. അത് അവരുടെ ആളുകളെ തന്നെ, അതായത് അവിടുന്ന് വരുന്ന ആളുകളെ തന്നെ കൊല്ലും, സ്ഥിരമായിട്ട് ചവിട്ടി കൊല്ലുക, അടിച്ചു കൊല്ലുക, ഇടിച്ചു കൊല്ലുക, വെട്ടിക്കൊല്ലുക. ഇവർക്ക് ദൈന്യമൊന്നുമില്ല, ആ രീതിയിലാണ്, ബോധമൊന്നും ഇല്ലാതെ പലപ്പോഴും ചെയ്യുന്നത്. സ്ത്രീകളെ കൊണ്ടുവന്ന് കൊല്ലും, കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കും, കൊല്ലും. ദാണ്ട് ഇവിടെ തന്നെ നമ്മൾ കണ്ടതല്ലേ ജിഷ മർഡർ കേസ് നടന്നു. അത് ആ രീതിയിൽ അതും ഒരു പശ്ചിമ ബംഗാളുകാരൻ, അസം സ്വദേശിയോ ബംഗാളുകാരനോ കണ്ടാണെന്ന് പറയപ്പെടുന്നു. അയാൾ അങ്ങനെയുള്ള ഒരുത്തനാണെന്നാണ് പറയപ്പെടുന്നത്. അതിനെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണം ശരിയല്ലായിരുന്നു, അവനെ പെടുത്തിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇവിടെയും വന്നിട്ടുണ്ട്. എനിക്കറിയില്ല എന്തോന്നു. അപ്പോൾ ഇത് എന്തായാലും ആലുവയിൽ എന്തായാലും അത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആലുവയിൽ താണ്ട ഒരു കൊച്ചുകുട്ടിയെ, ഇപ്പോൾ കൊണ്ടുപോയി 3 വയസ്സുകാരി പെൺകുട്ടിയെ കൊണ്ടുപോയി കൊന്നില്ലേ, ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ട് അതിനെ ദയനീയമായിട്ട് കൊന്ന് ചവറ്റ് പൂനയിൽ എറിഞ്ഞ ഒരുത്തനില്ലേ. ഇതൊക്കെ പറയുന്ന ഇവന്മാരൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഇവരെ ശരിയായി നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം വേണം. അല്ലെങ്കിൽ ഇത്രത്തോളം അതിഥികളെ ഇങ്ങോട്ട് സ്വീകരിക്കരുത്. അതിഥികൾ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, നല്ലതേ ഉള്ളൂ. പക്ഷേ കാരണം ഇവിടെ ജോലി നടക്കണമെങ്കിൽ, എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിഥികൾ വേണം. അല്ലാതെ ഇവിടെ വീട്ടുകാർ ചെയ്തില്ല, നമ്മുടെ നാട്ടുകാർ ചെയ്തില്ല.